എല്ലാ വസ്തുക്കൾക്കും ഒരു പുതു മണവാളൻ ഉണ്ടാകും. പരിശുദ്ധ ഖുർആനിലുമുണ്ട് ഒരു പുതു മണവാളൻ. മഹത്തായ ഒരു സൂറത്ത് നമുക്കൊന്ന് മനസ്സിലാക്കാം. 70,000 മലക്കുകളുടെ കാവൽ ലഭിക്കാൻ, പ്രൊട്ടക്ഷൻ ലഭിക്കാൻ ഈ ഒരു ചെറിയ സൂറത്ത് ഉറങ്ങുന്നതിന് മുമ്പൊന്ന് പാരായണം ചെയ്താൽ മതിയെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു. അത്ഭുതകരമായ അത്ഭുതങ്ങളുടെ കലവറകൾ അടങ്ങിയ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കിട്ടാൻ ചുരുങ്ങിയ എണ്ണം ഓതി തീർത്താൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചെന്ന അത്യത്ഭുതകരമായ സൂറത്ത് നമുക്കൊന്ന് പഠിക്കാം. അതുപോലെ തന്നെ വിശാലമായ സൂറത്ത് നമുക്കൊന്ന് പാരായണം ചെയ്യുന്നത് കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകളും വീഴ്ചകളും അല്ലാഹു മാഫ് ചെയ്തു തരുമാറാകട്ടെ. പുന്നാര നബിതങ്ങളോടൊപ്പം അവന്റെ പരിശുദ്ധ സ്വർഗത്തിൽ അല്ലാഹു നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആയിരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും സദുദ്ദേശങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മുഴുവൻ മുറാദുകളെയും അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ വലിയ അത്ഭുതമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുള്ള മഹത്തായ പല മാർഗങ്ങളും പരിശുദ്ധ ഖുർആനിലുണ്ട്. ഖുർആനിന്റെ ഓരോ സൂറത്തുകൾക്കും വലിയ പ്രത്യേകതകൾ മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് വിശദീകരിച്ചതായി കാണാം പരിശുദ്ധ ഖുർആന്റെ മഹത്വങ്ങൾ. ഇന്ന് ആ ഖുർആനിലെ പുതുമണവാളനെയാണ് നമുക്കൊന്ന് ചർച്ച ചെയ്യാനുള്ളത്, ഒന്ന് പരിചയപ്പെടാനുള്ളത്. പരിശുദ്ധ ഖുർആനിന്റെ പുതുമണവാളൻ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ലികുല്ലി ഷൈഇൻ അറൂസ്. എല്ലാ വസ്തുക്കൾക്കും അറൂസ് ഉണ്ട്, പുതുമണവാളന്മാരുണ്ട്, മണവാട്ടിമാരുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിനെ ഫഇന്ന അറൂസൽ ഖുർആനി സൂറത്തുർ റഹ്മാൻ, പരിശുദ്ധ ഖുർആനിലെ അറൂസ്, പുതിയാപ്പിള, പുതുമണവാളൻ, അത് സൂറത്തുർ റഹ്മാനാണെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന നേട്ടങ്ങളും നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് എന്താണ് ചെയ്യേണ്ടത് എന്നും ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പരിശുദ്ധ ഖുർആനിലെ ഈ പുതുമണവാളൻ ചുരുങ്ങിയ ആയത്തുകൾ മാത്രമുള്ള ഖുർആനിന്റെ 55-ാമത്തെ സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. അർ റഹ്മാൻ എന്ന് തന്നെയാണ് ആ സൂറത്ത് തുടങ്ങുന്നത്, അല്ലെ? റഹ്മാനായ അള്ളാഹുവിനെ പറഞ്ഞുകൊണ്ട് 78 ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു ചെറിയ സൂറത്തിലുള്ളത്. അതിൽ അധികവും വന്നിട്ടുള്ളത് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, فبأي آلاء ربكما تكذبان. മനുഷ്യനെയും ജിന്നുകളെയും വിളിച്ചുകൊണ്ട് റബ്ബ് ചോദിക്കുന്ന ചോദ്യ, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അള്ളാഹുവിന്റെ ഏത് നിഅമത്തുകളെയാണ് നിങ്ങൾക്ക് എതിർക്കാനുള്ളത്, കളവാക്കാനുള്ളത്? ഒന്നുമില്ലല്ലോ. കുറെ അത്ഭുതങ്ങൾ പറയുന്ന സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. അള്ളാഹുവിന്റെ ഒരുപാട് ഒട്ടനവധി അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലെ ഈ മഹത്തായ ഒരു സൂറത്ത്. എന്തെങ്കിലും ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഇപ്പോൾ ഒരാൾക്കൊരു ആവശ്യമുണ്ട്, നമുക്കൊക്കെ ഒരുപാട് ആവശ്യമുള്ളവരാണ്. പലരും വിളിച്ച് ദുആ ഇറക്കാൻ ഏൽപ്പിക്കാറുണ്ട്. ഉസ്താദേ, ഇന്ന ആവശ്യമുണ്ട്, ഇന്ന ആവശ്യമുണ്ട്, ദുആ ഇറക്കണം, എന്തെങ്കിലും മാർഗം പറഞ്ഞു തരണം എന്നൊക്കെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ ഓതാനും വളരെ മനോഹരം. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നമുക്ക് സൂറത്തുർ റഹ്മാൻ ഒന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കാം. ഓതാനും നമുക്ക് വലിയ സന്തോഷവും റാഹത്തുമുള്ളൊരു സൂറത്താണ്. അപ്പോൾ ഒരാൾക്കൊരു ആവശ്യ നിർവഹണം നടക്കണം, ഒരാളുടെ ആവശ്യം പൂർത്തീകരിച്ച് കിട്ടണമെങ്കിൽ സൂറത്തുർ റഹ്മാൻ ആ നിയ്യത്ത് വെച്ചിട്ട് 21 തവണ ഒരാൾ ഓതിയാൽ, 21 തവണ സൂറത്തുർ റഹ്മാൻ ആവശ്യം നിർവഹിച്ച് കിട്ടണം, പൂർത്തീകരിച്ചു കിട്ടണം എന്ന നിയ്യത്തോടു കൂടിയിട്ട് ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ആവശ്യം ആ സൂറത്ത് പാരായണം ചെയ്ത് തീരുന്നതിന് മുമ്പായിട്ട് അള്ളാഹു നടത്തി കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുക. നല്ല നിയ്യത്തോടു കൂടി, ഇഖ്ലാസോട് കൂടിയിട്ട് എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, എന്റെ മകളുടെ വിവാഹം ശരിയാകണം, അല്ലെങ്കിൽ എന്റെ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു വീടും സ്ഥലവും വാങ്ങാനുള്ള അവസരം ഒത്തു കിട്ടണം, നല്ലൊരു ജോലി ശരിയായി കിട്ടണം, ഉള്ള ജോലിയിൽ ബറക്കത്ത് ലഭിക്കണം, പ്രമോഷൻ ലഭിക്കണം, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉയർച്ച ലഭിക്കണം, തുടങ്ങി മക്കൾ ഉണ്ടാകണം. ഏതാവശ്യമാണോ, ദുനിയവിന്റെ ആവശ്യമാകട്ടെ ആഖിറത്തിന്റെ ആവശ്യമാകട്ടെ, എന്താണെങ്കിലും ശരി, പരിശുദ്ധ ഖുർആനിലെ ഈ സൂറത്ത് മഹത്തായ അള്ളാഹുവിന്റെ അത്ഭുതങ്ങളുടെ കലവറ എടുത്തെടുത്തു പറഞ്ഞിട്ട് റബ്ബ് ചോദിക്കുക, ഇനി ഏതാണ് നിങ്ങൾക്ക് കളവാക്കാനുള്ളത്? ഇതിലേതാണ് കളവാക്കാനുള്ളത്? ഇതൊന്നും കളവാക്കാനുള്ളതല്ല, ഇതിലൊന്നും കളവാക്കാൻ ഒരു പഴുതുമില്ലാത്ത അത്ഭുതങ്ങളാണ് ഈ പറയുന്നത് എന്ന് എണ്ണി നമ്മെ പഠിപ്പിക്കുന്ന മഹത്തായ സൂറത്ത്. ഈ സൂറത്ത് 21 തവണ ഒരാൾ പാരായണം ചെയ്താൽ
അവന്റെ ആവശ്യം ആ സൂറത്തുകൾ ഓതിത്തീരുന്നതിന് മുമ്പായിട്ട് അള്ളാഹു നടത്തിക്കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു. അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പോ ഒന്നാമത്തെ കാര്യം സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്താൽ. ഇനിയോ രണ്ടാമതായി നമുക്ക് നോക്കാം, പരിശുദ്ധ ഖുർആനിലെ ഈ സൂറത്ത് ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ. നമ്മുടെ എണ്ണിയാൽ പരിശുദ്ധ ഖുർആൻ പറയാം, എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളത് നമ്മളെ കൊണ്ട് കഴിയില്ല. എത്ര നിസ്കരിച്ചാലും നോമ്പനുഷ്ഠിച്ചാലും ഒന്നും അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി തീർക്കാൻ കഴിയില്ല. നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും സൂറത്ത് റഹ്മാൻ പാരായണം ചെയ്താൽ, ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നന്ദി രേഖപ്പെടുത്തിയവനായിട്ട് അവനെ എഴുതപ്പെടുന്നതാണ് എന്ന്. അതായത് ഞാനാണ് ഈ സൂറത്ത് പാരായണം ചെയ്തത് എങ്കിൽ ഞാൻ അള്ളാഹുവിനോട് നന്ദി കാണിച്ചവനാണ് എന്ന രേഖ എന്ത് ചെയ്യും, എന്റെ മേൽ എഴുതപ്പെടും. ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ, ശാക്യജീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എഴുതപ്പെടും. അള്ളാഹുവിന് ശുക്ർ ചെയ്ത നന്ദി കാണിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്താൻ ഈ സൂറത്ത് പതിവാക്കിയാൽ മതി എന്ന് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. രണ്ടാമത്തെ നേട്ടം, ഒട്ടനവധി നേട്ടങ്ങൾ പറയുന്നുണ്ട്. ഇനി ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തിട്ടാണ് ഉറങ്ങുന്നത് എങ്കിൽ, അവൻ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അവന്റെ ജോലിയൊക്കെ ഒതുങ്ങി എല്ലാ പണിയും കഴിഞ്ഞ് ഉറങ്ങിയാൽ മതി. അങ്ങനെ കിടക്കുന്നതിന് മുമ്പായിട്ട് അവൻ എന്ത് ചെയ്തു, സൂറത്തുർ റഹ്മാൻ ഒന്ന് പാരായണം ചെയ്തു. അതൊന്ന് എക്സ്പീരിയൻസ് ആയ 5 മിനിറ്റ് പോലും വേണ്ട സൂറത്തുർ റഹ്മാൻ ഓതി തീർക്കാൻ. ഇനി പതുക്കെയാണോ ഒന്നെങ്കിൽ ഒരു 10 മിനിറ്റ് എടുത്ത് ഓതിക്കോട്ടെ, കുഴപ്പമില്ല. ഒരുപാട് സമയങ്ങൾ നമ്മൾ വെറുതെ കളയുന്നുണ്ടല്ലോ. അങ്ങനെ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്തിട്ടാണ് ഉറങ്ങുന്നത് എങ്കിൽ 70,000 മലക്കുകളുടെ കാവൽ ആ വ്യക്തിക്ക് അള്ളാഹു നൽകുന്നതാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ, 70,000 മാലാഖമാരുടെ മലക്കുകളുടെ കാവൽ അള്ളാഹു അവന് നൽകുന്നതാണ് എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, പ്രത്യേകമായി 2 മലക്കുകളെയും കൂടെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കും. അവന്റെ കാര്യങ്ങൾ പരിഗണിക്കാൻ പ്രത്യേകമായി 2 മലക്കുകളെ സ്പെഷ്യൽ ആയിട്ട് ആ മനുഷ്യന് അള്ളാഹു ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ന്. എന്നിട്ടോ ഏത് മുസീബത്തുകൾ വരുമ്പോ, അപകടങ്ങൾ വരുമ്പോ, ഇടങ്ങേറുകൾ വരുമ്പോ അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ, സംരക്ഷിക്കാൻ ഈ മലക്കുകളുടെ പ്രത്യേക സഹായം ഈ വ്യക്തിയോടൊപ്പം ഉണ്ടാകും. ഓക്കെ, നിങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചു തരികയാണ് നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. എന്ത് ചെയ്താൽ മതി, ഉറങ്ങുന്നതിന് മുമ്പ് കുറഞ്ഞ സമയം കൊണ്ട് ഈ സൂറത്തുർ റഹ്മാൻ ഒന്ന് ഓതിയാൽ മതി എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നു. ഇനി അള്ളാഹുവിന്റെ പ്രത്യേക സംരക്ഷണം ലഭിക്കാൻ, കാവല് ലഭിക്കാൻ എന്തിൽ നിന്നൊക്കെ, രോഗങ്ങളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നും, ഇടങ്ങീറുകളിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും തുടങ്ങി നമുക്ക് ആവശ്യമില്ലാത്ത, നമ്മൾ വെറുക്കുന്ന എല്ലാ സംഗതികളിൽ നിന്നും നമുക്ക് പ്രത്യേക കാവൽ ലഭിക്കാൻ ഈ സൂറത്ത് എഴുതിയിട്ട് ശരീരത്തിൽ കെട്ടുകയോ ബന്ധിക്കുകയോ അല്ലെങ്കിൽ ഈ സൂറത്ത് ഓതി മന്ത്രിച്ച വെള്ളം കുടിക്കുകയോ ചെയ്താൽ, അത് സ്ഥിരമായി ഈ സൂറത്ത് ഓതി മന്ത്രിച്ച വെള്ളം അത് കുടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഇടങ്ങേറുകൾ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രോഗങ്ങൾക്കുള്ള ശമനമായിട്ട് മഹാന്മാർ പഠിപ്പിച്ചതാണ് സൂറത്തുർ റഹ്മാൻ. രോഗങ്ങളെ കൊണ്ട് അല്ലാഹു അവനെ പരീക്ഷിക്കുകയില്ല എന്ന്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്, കണ്ണുരോഗം പോലത്തെ രോഗങ്ങൾ അവന് വരൂല. കണ്ണുരോഗം പോലത്തെ, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുക തുടങ്ങിയിട്ടുള്ള കണ്ണ് സംബന്ധമായ രോഗങ്ങളും അവനിലേക്ക് എത്തപ്പെടുകയും അവനിലേക്ക് വരിക തന്നെയില്ല ഈ സൂറത്ത് പതിവായി പാരായണം ചെയ്യുകയും അതുകൊണ്ട് മന്ത്രിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ. നമുക്കറിയാം, ഇനി കാവല് കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾക്ക്, നമ്മുടെ വീടിനൊക്കെ കാവൽ ഏർപ്പെടുത്താറുണ്ട്. മഹാന്മാർ പഠിപ്പിക്കുകയാണ്, ആരെങ്കിലും ഒരാൾ സൂറത്തുർ റഹ്മാനിലെ 33, 34, 35 ആയത്തുകൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാത് أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان فبأي آلاء ربكما تكذبان يرسل عليكما شواظ من نار ونحاس فلا تنتصران. ഈ 3 ആയത്തുകൾ ഏലസിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതിയിട്ടോ അവന്റെ ശരീരത്തിൽ ബന്ധിക്കുകയാണ്, ചുമലിനോട് ചേർന്ന്, അതായത് കയ്യിലോ മറ്റോ ബന്ധിക്കുകയാണ് എങ്കിൽ ഒരു അപകടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല
അവനിലേക്ക് ഏർപ്പെടുത്തൂല. റോഡ് അപകടങ്ങളാകട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങളാകട്ടെ, ഇന്ന് കൺമുന്നിൽ എത്രയോ അപകടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക വാർത്തകളിലൂടെ. ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നും ഈ എഴുത കെട്ടിയ വ്യക്തിയെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകുമാറാട്ടെ. മക്കൾക്കൊക്കെ അതുപോലെ നമ്മുടെ വീടിന്, നമ്മുടെ സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു കാവല് നല്ലതാണ്. സൂറത്തുർ റഹ്മാൻ ഈ ആയത്തുകൾ എഴുതിയിട്ട് സ്ഥാപനങ്ങളിൽ സൂക്ഷിക്കുക, പേഴ്സിൽ സൂക്ഷിക്കുക തുടങ്ങി നല്ല സൂക്ഷിക്കാൻ പറ്റുന്ന വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കാവൽ ആ വ്യക്തിയിലേക്ക് നൽകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുക. മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു പ്രത്യേക കാവൽ ആ വ്യക്തിക്ക് നൽകും. ഇതിനപ്പുറം എന്താണ് ഒരു മനുഷ്യന് വേണ്ടത്? അവന്റെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ ലഭിക്കാൻ, ദാരിദ്ര്യം ഒഴിവായി പോകാൻ, ഇടങ്ങേറുകൾ മാറാൻ, കടങ്ങൾ നീങ്ങിപ്പോകാൻ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലലും അലട്ടലും മാറിയിട്ട് ജീവിതത്തിൽ സന്തോഷം പകർന്നു കിട്ടാൻ, മലക്കുകളുടെ പ്രത്യേക കാവൽ കിട്ടാൻ, പരിഗണന കിട്ടാൻ, 70,000 മലക്കുകളുടെ സംരക്ഷണം ലഭിക്കാൻ തുടങ്ങി ഒട്ടനവധി നേട്ടങ്ങൾ കൊണ്ട് അള്ളാഹു വലിയ നിഅമത്ത് ചെയ്ത് അനുഗ്രഹമായി നൽകിയ സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാട്ടെ. ഇനിയും ഒട്ടനവധി നേട്ടങ്ങൾ മഹാന്മാർ വിശദീകരിച്ചതായി കാണാം, നബിതങ്ങൾ പഠിപ്പിച്ചതായി കാണാം. ഇൻഷാ അല്ലാഹ് മറ്റവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. സൂറത്തുർ റഹ്മാൻ നമുക്കൊന്ന് പാരായണം ചെയ്യാം. ഇത് ഓതേണ്ട ശൈലി എങ്ങനെയാണ് നോക്കി ഓതാൻ അറിയില്ല എങ്കിൽ ഖുർആൻ തുറന്ന് സൂറത്തുർ റഹ്മാൻ എടുത്തിട്ട് ഈ ഓതുന്നത് കേട്ട് നിങ്ങൾ അതിലേക്ക് നോക്കിയിരിക്കാം. ആ നോക്കിയിരിക്കുന്നതിനും കൂലിയുണ്ട്. ഓതുന്ന സമയത്ത് ഈ വീഡിയോ ഓണാക്കി വെച്ച് എന്ത് ചെയ്താൽ മതി, അതോടൊപ്പം കേട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓതി പഠിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് ഒരുപാട് തവണ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന ആയത്ത് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ഏത് നിഅമത്തുകളെയാണ് നീ സംശയിക്കുന്നത്, നിങ്ങൾ സംശയിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് അള്ളാഹു ഇങ്ങനെ കുറെ ആയത്തുകൾ പറയുന്നുണ്ട്. ഈ ആയത്ത് കേൾക്കുന്ന സമയത്ത് ഇമാം തുർമുദി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആരെങ്കിലും ലാ ബിശൈഇൻ ബിനിഅമതിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദു, അള്ളാഹുവെ നിന്റെ ഒരു നിഅമത്ത് കൊണ്ടും ഞങ്ങൾ കളവാക്കുന്നില്ല റബ്ബേ, നിനക്കാകുന്നു സർവസ്തുതിയും എന്ന ആശയം വരുന്ന ഈ ഒരു വാചകം പറയുകയാണെങ്കിൽ വലിയ കാവൽ അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആയത്ത് കേൾക്കുമ്പോൾ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്ന ആയത്ത് ഓതുന്ന സമയത്ത് അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത്, ഓതുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും അവസാനം എന്ത് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി. കേൾക്കുന്ന ആളുകൾ അത് കേൾക്കുന്ന സമയത്ത് ലാ ബിശൈഇൻ ബിനിഅമതിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദു എന്ന് പറയൽ പ്രത്യേക പരിഗണന സുന്നത്തുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان خلق الإنسان من صلصال كالفخار وخلق الجان من مارج من نار فبأي آلاء ربكما تكذبان رب المشرقين ورب المغربين فبأي آلاء ربكما تكذبان مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان فبأي آلاء ربكما تكذبان وله الجوار المنشآت في البحر كالأعلام فبأي آلاء ربكما تكذبان كل من عليها فان
ويبقى وجه ربك ذو الجلال والإكرام. فبأي آلاء ربكما تكذبان؟ يسأله من في السماوات والأرض كل يوم هو في شأن. فبأي آلاء ربكما تكذبان؟ سنفرغ لكم أيها الثقلان. فبأي آلاء ربكما تكذبان؟ يا معشر الجن والإنس إن استطعتم أن تنفذوا من أقطار السماوات والأرض فانفذوا لا تنفذون إلا بسلطان. فبأي آلاء ربكما تكذبان؟ يرسل عليكما شواظ من نار ونحاس فلا تنتصران. فبأي آلاء ربكما تكذبان؟ فإذا انشقت السماء فكانت وردة كالدهان. فبأي آلاء ربكما تكذبان؟ فيومئذ لا يسأل عن ذنبه إنس ولا جان. فبأي آلاء ربكما تكذبان؟ يعرف المجرمون بسيماهم فيؤخذ بالنواصي والأقدام. فبأي آلاء ربكما تكذبان؟ هذه جهنم التي يكذب بها المجرمون يطوفون بينها وبين حميم آن. فبأي آلاء ربكما تكذبان؟ ولمن خاف مقام ربه جنتان. فبأي آلاء ربكما تكذبان؟ ذواتا أفنان. فبأي آلاء ربكما تكذبان؟ فيهما عينان تجريان. فبأي آلاء ربكما تكذبان؟ فيهما من كل فاكهة زوجان. فبأي آلاء ربكما تكذبان؟ متكئين على فرش بطائنها من استبرق وجنى الجنتين دان. فبأي آلاء ربكما تكذبان؟ فيهن قاصرات الطرف لم يطمثهن إنس قبلهم ولا جان. فبأي آلاء ربكما تكذبان؟ كأنهن الياقوت والمرجان. فبأي آلاء ربكما تكذبان؟ هل جزاء الإحسان إلا الإحسان؟ فبأي آلاء ربكما تكذبان؟ ومن دونهما جنتان. فبأي آلاء ربكما تكذبان؟ مدهامتان. فبأي آلاء ربكما تكذبان؟
فيهما عينان نضاختان فبأي آلاء ربكما تكذبان فيهما فاكهة ونخل ورمان فبأي آلاء ربكما تكذبان فيهن خيرات حسان فبأي آلاء ربكما تكذبان حور مقصورات في الخيام فبأي آلاء ربكما تكذبان لم يطمثهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان متكئين على رفرف خضر وعبقري حسان فبأي آلاء ربكما تكذبان تبارك اسم ربك ذي الجلال والإكرام صدق الله العظيم لا شيء من نعمتك ربنا نكذب فلك الحمد يا الله നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ റബ്ബേ. വന്നുപോയ മുഴുവൻ അപാകതകളും നീ പൊരുത്തപ്പെടണേ അല്ലാ. പുന്നാര നബിതങ്ങൾ, മറ്റു മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മുഴുവൻ മഹത്തുക്കൾ എല്ലാവരുടെയും തിരുഹളറത്തിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ ചേർക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് ഖൈറ് നീ നൽകണേ റബ്ബേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ മറ്റൊരു ദുആയൊക്കെയായിട്ട് നമുക്ക് കണ്ടുമുട്ടാം, മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാം. അള്ളാഹു എല്ലാവർക്കും ഖൈറാത്തുകൾക്ക് അവസരം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.